ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവ്ര ഹിന്ദുത്വവാദികളിൽ ഒരാളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. രാജ്യത്തെ മൊത്തത്തിൽ കാവ്യവൽക്കരിക്കാൻ ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും കൂടെ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ പ്രധാനിയാണ് യോഗി ആദിത്യനാഥ്. മോദിയുടെയും അമിത്ഷായുടെയും വലം കൈയാണ് ഇയാളെന്നും വേണമെങ്കിൽ പറയാം. നിരവധി വിദ്വേഷ പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുണ്ട്. എവിടെയും ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ടാണ് പ്രസംഗങ്ങൾ നടത്തുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതൊട്ടും അനുവദിക്കാൻ പാടില്ല. കൂടാതെ ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യിപ്പിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. യു.പിയിലെ ജനങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സംസ്ഥാനം ബംഗാളോ കശ്മീരോ കേരളമോ ആയി മാറും. ബി.ജെ.പിക്ക് വോട്ട് ചെയ്താൽ ഹിന്ദുക്കൾ സമാധാനത്തോടെ ജീവിക്കുന്നത് പോലെ മുസ്ലിങ്ങൾക്കും ജീവിക്കാമെന്നും യോഗി പറഞ്ഞിരുന്നു. ഇതിൽ കേരളത്തെ പരാമർശിച്ചതിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത് വന്നിരുന്നു. ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരാണ് കേരളത്തിലുള്ളതെന്നാണ് വി.ഡി. സതീശൻ മറുപടി നൽകിയത്. അല്ലെങ്കിലും ബി.ജെ.പി ഇതര സംസ്ഥാനങ്ങളോട് പൊതുവെ ഒരു അകൽച്ച ബി.ജെ.പിക്കാർക്കുണ്ട്. കേരളത്തെ മാതൃകയാക്കി വോട്ട് ചെയ്താൽ ഉത്തർപ്രദേശിൽ ഒരിക്കലും മതങ്ങളുടെ പേരിൽ ലഹള നടക്കില്ലെന്ന് ഉറപ്പാണ്. ഓരോ മതങ്ങളെയും സംസ്ഥാനങ്ങളെയും അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് യോഗി നടത്തിവരുന്നത്. കൂടുതലും മുസ്ലിം സമുദായത്തെയാണ് യോഗി കടന്നാക്രമിക്കാറ്. ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു വിദ്വേഷ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. മുഗൾ ഭരണാധികാരികൾ രാജ്യം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആ പ്രസ്താവന. മുഗളർ ഹിന്ദു ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും തകർക്കാൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്നും മുഗൾ ചക്രവർത്തി ഔറംഗസേബ് മതപരമായ പീഡനം നടത്തുകയും ഹിന്ദു പാരമ്പര്യങ്ങളെ തകർക്കാൻ ബലപ്രയോഗം നടത്തുകയും ചെയ്തുവെന്നുമാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. മുഗൾ ഭരണാധികാരികൾ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിച്ചുവെന്ന് പറയുമ്പോൾ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി.ജെ.പി സത്യത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്? അതിനുവേണ്ടി വിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങളും ജനങ്ങളിൽ മതപരമായ വിഷം കുത്തിനിറച്ചും കലാപങ്ങൾ നടത്തുകയാണ് ബി.ജെ.പി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഗളർ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിച്ചുവെന്ന് പറയാൻ യോഗി ആദിത്യനാഥിന് എന്നല്ല ബി.ജെ.പി പാർട്ടിയിലെ ആർക്കും തന്നെ അധികാരമില്ല. കാരണം അതിലും വലിയ കുത്തിത്തിരിക്കലുകളാണ് കേന്ദ്ര സർക്കാരും യോഗി ആദിത്യനാഥും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.